മുത്തനബി തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലഘട്ടം ഇസ്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു വരുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ അരികത്തേക്ക് വരുന്നു. നോക്കണം, ഹബീബിനെ ഏറ്റവും അറിഞ്ഞ ഒരാൾ, ജീവിതകാലത്ത് കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരൻ. എന്താ പ്രത്യേകത എന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 38 വയസ്സുള്ളപ്പോൾ മുസ്ലിമാണ്. നബി തങ്ങൾക്കന്ന് 40 വയസ്സ്. എന്നാൽ മക്കക്കാരായ ആളുകൾ ബിംബാരാധകരായി ജീവിച്ചപ്പോൾ ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് പോലും ഒരു ബിംബത്തിന്റെ മുമ്പിലും സിദ്ദീഖ് എന്നവർ തലകുനിച്ചിട്ടില്ല. അതാണ് അത്ഭുതം. സ്വഹാബിമാരിൽ പ്രഗത്ഭരായ സ്വഹാബിമാർ ബിംബാരാധന ചെയ്തിട്ടുണ്ട് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ്. ഫാറൂഖ് തങ്ങൾ അടക്കം അറിയില്ല. ജാഹിലിയ്യത്തിന്റെ കാലത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലം യശ്റബുൽ ഖംറ, ഇസ്ലാമിന് മുമ്പ് ഇസ്ലാമിൽ ഒരിക്കലുമില്ല, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് പോലും ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരെ, വാങ്ങിക്കാനും കുടിക്കാനും ഇരിക്കാനും സ്വറ പറയാനും തിന്മ ചെയ്യാനും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഓർക്കണേ, അള്ളാഹുവിന്റെ വിളിയാളും വരുന്നതിന്റെ മുമ്പ് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദ്യപിച്ചിട്ടില്ല. വലം യുർവ അൻഹു കിൽബ, ജീവിതത്തിൽ ഒരു നുണ പറഞ്ഞതായിട്ട് സിദ്ദീഖ് എന്നവരെ കുറിച്ച് ആർക്കും അറിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ഹനീഫിയായി ജീവിച്ച മഹാൻ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ദീനിന്റെ ദഅവത്തുമായി വരുന്നു. മുത്തനബി തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഹബീബിനെ വിശ്വസിച്ചത് നബിയുടെ കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? അതുപോലെ നബി തങ്ങൾ ആരാണെന്നറിയാൻ നമ്മൾ എന്താ പറയാ, കൂട്ടുകാരോട് ബഹുമാനം ഉണ്ടാവുന്നത് വലിയ സംഗതിയല്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ പറയാ, എനിക്ക് എന്തോ അള്ളാഹു വലിയ ഫضല് തന്നിട്ടുണ്ടെന്ന് പറയാം, നീ ഒന്ന് വിട്ടേ, തമാശ പറയല്ലേ. കൂട്ടുകാരൻ, നാട്ടിൽ വില ഇല്ലാത്തവർക്ക് നാട് വിട്ടാൽ വലിയ വിലയുള്ള അവസ്ഥ ഉണ്ടാവും. നാട്ടിന് പുല്ല് വിലയായിരിക്കും ചെന്ന് നോക്കിയാൽ. നാട് വിട്ടാൽ വലിയ മതിപ്പാണ്. എന്തേ? നാട്ടിലെ ഒപ്പമുള്ള കൂട്ടുകാർക്ക് മതിപ്പില്ല. സിദ്ദീഖ് തങ്ങൾ അങ്ങനെയല്ല. സിദ്ദീഖ് തങ്ങൾ എങ്ങനെയാ നബിയെ സ്വീകരിച്ചത് എന്ന് അതാണ് ഞാൻ ആദ്യത്തിൽ നിന്ന് പാടിവെച്ച ഒരു ഉറുദു കവിത. ഹഫീദ് ജാലന്ധരിയുടെ വാക്കുകളാണത്. വളരെ മനോഹരമായ അദ്ദേഹം സിദ്ദീഖ് തങ്ങൾ എങ്ങനെ നബിയെ ആദ്യം ഹബീബിൽ നിന്ന് ഈമാൻ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. നബി തങ്ങൾ ഇസ്ലാം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ ആയേ उनको भी यही पैगाम पहुंचाया, खुदा के दीन की तलकीन की इस्लाम पहुंचाया. ഹബീബായ നബിയുടെ മുമ്പിലേക്ക് സിദ്ദീഖ് എന്നവർ വരുമ്പോ സിദ്ദീഖ് എന്നവരോടും പറഞ്ഞു, സിദ്ദീഖേ ഇസ്ലാം അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ദിവ്യബോധനം എനിക്ക് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റഇന്റെ വചനങ്ങൾ എനിക്ക് ചൊല്ലിത്തന്നു. സിദ്ദീഖ് കഹാ മുജ്കോ मेरे रब ने नबूवत दे के भेजा है, हिदायत दे के भेजा है, शरीअत दे के भेजा है. സിദ്ദീഖേ, അല്ലാഹു എനിക്ക് നബുവത്ത് നൽകിയിരിക്കുകയാണ്. സിദ്ദീഖേ, ഹിദായത്തിന്റെ വഴി അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്നു. സിദ്ദീഖേ, ശരീഅത്തിന്റെ വചനം അല്ലാഹു എന്നെ അറിയിച്ചിരിക്കുന്നു. സിദ്ദീഖേ, मैं आया हूं कि बंदों को खुदा के दर पे ले जाऊं, मैं आया हूं कि बंदों को खुदा के दर पे ले जाऊं, नजाते दुनियावी उखरवी की राह दिखलाऊं. സിദ്ദീഖേ, മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് സൃഷ്ടാവിന്റെ അടിമത്തത്തിന്റെ മഹാരാജവീതിയിലേക്ക് മനുഷ്യന്റെ മുമ്പിൽ തലകുനിക്കുന്ന നിന്ദതയിൽ നിന്ന് ഇജ്ജത്തിലേക്ക് കൈപിടിക്കാൻ അല്ലാഹു എന്നെ പറഞ്ഞയച്ചു. സിദ്ദീഖേ, നജാതേ ദുനിയവിയോ ഉഖറവി കീ രാഹ് ദിഖ്ലാഊ. സിദ്ദീഖേ, ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും വിജയത്തിന്റെ മന്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? കഹാ അബൂബക്കർ ने सरकार आमन्ना
വസദ്ദഖ്നാ മേരേ മാലിക് മേരേ മുഖ്താർ ആമന്നാ വസദ്ദഖ്നാ. സിദ്ദീഖ് എന്നവർ കൊടുത്ത മറുപടി അതാണ്. സർക്കാർ നബിയേ, ഹബീബായ റസൂലേ, സർക്കാർ അംഗീകരിച്ചു നബിയേ, അംഗീകരിച്ചു നബിയേ, എനിക്ക് വിശ്വാസമായി നബിയേ. ആമന്നാ വസദ്ദഖ്നാ, ഞങ്ങൾ വിശ്വസിച്ചു നബിയേ, ഞാനത് ഏറ്റെടുത്തു നബിയേ. മേരേ മാലിക് മേരേ മുഖ്താർ ആമന്നാ വസദ്ദഖ്നാ. നബിയേ, അല്ലാഹു തെരഞ്ഞെടുത്തവരെ നബിയേ. ഒരു കൂട്ടുകാരൻ 38 വയസ്സുള്ള ഒരാള് 40 വയസ്സുള്ള തന്റെ സുഹൃത്തിനോട് പറയുന്ന ബഹുമാനത്തിന്റെ വചനം ലോക ചരിത്രത്തിൽ ആലോചിക്കാൻ പറ്റുമോ? ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരന് ഇങ്ങനെ അംഗീകാരം കൊടുക്കുന്നത്. അത് മാത്രമോ, മേരേ മാംബാപ് औलाद कुर्बान इस शरीअत पर मुहम्मद के खुदा पर और മുഹമ്മദ് की റിസാലത്ത് पर. നബിയെ, ഞാൻ മാത്രമല്ല, എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്റെ കുടുംബവും എന്റെ മക്കളും നബിയെ അങ്ങേക്ക് ദണ്ഡമാണ്, അങ്ങേക്ക് സമർപ്പിച്ചു നബിയെ. മുഹമ്മദ് കെ ഖുദാ पर, അല്ലാഹു എന്റെ റസൂലേ അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി, ഓർ മുഹമ്മദ് കി റിസാലത്ത് पर, മുഹമ്മദ് നബിയെ അങ്ങ് എന്താണോ കൊണ്ടുവന്നത് അത് ലോകത്ത് വിടരാൻ, ആ പ്രഭ പരത്താൻ വേണ്ടി ഞാൻ മാത്രമല്ല നബിയെ, എന്റെ മോൾ ആയിഷയുണ്ട് നബിയെ, നബിയെ എന്റെ മോൾ അസ്മയുണ്ട് നബിയെ, എന്റെ മകൻ മുഹമ്മദ് ബിൻ അബീ ബക്കറുണ്ട് നബിയെ, എന്റെ മകൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറുണ്ട് നബിയെ, എന്റെ ഭാര്യയുണ്ട് നബിയെ, എന്റെ ഉപ്പ അബൂ ഖുഹാഫയുണ്ട്, എന്റെ ആട്ടിടയനായ ആമിർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഞങ്ങളുടെ വീട്ടിലെ കൊച്ചുകിടാവായ ജാബിറുണ്ട് നബിയെ. ഞങ്ങളെല്ലാവരും എന്റെ കുടുംബം അങ്ങേക്ക് തന്നു നബിയെ. ഇതാണ് ശ്രദ്ധിക്കുന്നവരുടെ മറുപടി. കഴിഞ്ഞില്ല. യകഹകർ ഝുക് ഗയേ ബൂബക്കർ ചൂമേ ഹാത്ത് ഹസ്രത്ത് കേ. ഇത് പറഞ്ഞ് കുനിയുകയാണ് ശ്രദ്ധിക്കുന്നവര്. ഹബീബിന്റെ കൈപിടിച്ച് മുത്തുകയാണ്, ഹബീബിന്റെ കൈപിടിച്ച് മുത്തുകയാണ്. തന്റെ കൂട്ടുകാരന് ദിവ്യബോധനം അല്ലാഹു നൽകിയെന്ന് കേൾക്കുമ്പോൾ ചെല്ലും അസൂയയല്ല, അഹങ്കാരമല്ല, സർവത്ര അംഗീകാരം. ഒന്ന് കുനിയുകയും ആ പരിശുദ്ധമായ കൈയെടുത്ത് മുത്തുകയും ചെയ്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സുഹൃത്തിനോട് കാണിക്കുന്ന സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ബഹുമാനമാണത്. യകഹകർ ഝുക് ഗയേ ബൂബക്കർ ചൂമേ ഹാത്ത് ഹസരത് കേ ലഗേ ഫിർ ഖിദ്മത്തെ തബ്ലീഗ് കർനെ സാത്ത് ഹസരത് കേ. അതങ്ങ് പറഞ്ഞതിന്റെ ശേഷം, ഹബീബിന്റെ കൈപിടിച്ച് മുത്തിയതിന് ശേഷം, ഇസ്ലാം ആ ഒരു സത്യദീൻ ലോകത്തിന് വെളിച്ചമാവണം. ഇത് ആളുകൾ അറിയണം. ഇത് വിജയമാണ്, അംബിയാഇന് അല്ലാഹു നൽകുന്ന വിജയമാണിത്. ഞങ്ങളുടെ നാട്ടുകാരായ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഏതൊരു അന്ത്യപ്രവാചകൻ വരുമെന്ന് പറഞ്ഞിരുന്നുവോ, ആ അന്ത്യപ്രവാചകനാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതെന്റെ കൂട്ടുകാരനാണ്. ശ്രദ്ധിക്കുന്നവരെ, യമനിലേക്ക് യാത്ര പോയപ്പോ യമനിലെ ഒരാൾ വന്ന് ശ്രദ്ധിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കറെ, ശ്രദ്ധിക്കുന്നവരുടെ പേരെന്ന് അബൂബക്കർ അല്ല, അബ്ദുൽ കഅബയാണ്. അബ്ദുൽ കഅബയാണ്, കഅബയുടെ അടിമ എന്നാണ് സിദ്ദീഖിന്റെ പേരെന്ന്. മുത്തുനിബിതങ്ങളാണ് മുസ്ലിമായതിന്റെ ശേഷം 38 വയസ്സുള്ള സിദ്ദീഖ് എന്നവരുടെ പേരാനുബിതങ്ങൾ മാറ്റിക്കൊടുത്തത്. നിങ്ങൾ അബ്ദുൽ കഅബയല്ല, നിങ്ങൾ അബ്ദുല്ലാഹിയാണ്. സിദ്ദീഖ് എന്നവരുടെ പേര് ഹബീബ് വെച്ചത് അബ്ദുല്ലാഹി ഇബ്നു അബീ ഖുഹാഫ. അവരുടെ കുഞ്ഞിന്റെ നാമമാണ് അബൂബക്കർ, അവരുടെ സ്ഥാനപ്പേരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ സിദ്ദീഖ് എന്നവർക്ക് സംശയമുണ്ടായില്ല. യവോ ഈമാൻ സാ ജിസ്കാ खुदा का खुदा ने जिक्र फरमाया, ये वो ईमान था जिसका खुदा ने जिक्र फरमाया, ये वो इंसान था जिसने लक़ब सिद्दीक़ का पाया. ഈ ഹബീബിനെ കുറിച്ചാണ്, ഈ സിദ്ദീഖ് എന്നവരെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞത്. വസാനിയസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ,
إذ يقول لصاحبه لا تحزن إن الله معنا. എന്റെ കൂട്ടുകാരാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് ഹബീബായ തങ്ങൾ ഏതൊരു സാഹിബിനോട് പറഞ്ഞുവോ ആ സാഹിബാണ് ഇസ്ലാമിക വീതിയിലെ സന്മാർഗ വീതിയിലെ പ്രഥമ പൗരുഷം. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ ആയേ उनको भी यही पैगाम पहुंचाया, खुदा के दीन की तलकीन की इस्लाम पहुंचाया. कहा मुझको मेरे रब ने नबूवत दे के भेजा है, हिदायत दे के भेजा है, शरीयत दे के भेजा है. मैं आया हूँ कि बंदों को खुदा के दर पे ले जाऊं. मैं आया हूँ कि बंदों को खुदा के दर पे ले जाऊं. नजाते दुनियावी उखरवी की राह दिखलाऊं. कहा अबू बकर ने सरकार आमन्ना व सद्दक़ना, मेरे मालिक मेरे मुख्तार आमन्ना व सद्दक़ना,